നമസ്കാരം. അറേബ്യ ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം ആരംഭിക്കുന്നത്. ചീറിപ്പായുന്ന ഡ്രോണുകളും മിസൈലുകളും, എങ്ങും പേടിപ്പെടുത്തുന്ന വാർത്തകളും കാഴ്ചകളും മാത്രം. ഇതുമാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇനിയുള്ളതും കാണണം. ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒരു മാതൃകയാണ് ഉണ്ടാക്കിയത്. ചെറുത്തുനിൽപ്പിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും ശക്തമായ മാതൃക. സംഘർഷമാണ് ആക്രമണത്തിൻ്റെ രാവുകളും പകലുകളും. ഫോണിൽ നിരനിരയായി വരുന്ന അലർട്ട് മെസ്സേജുകൾ, വലിയ സ്ഫോടന ശബ്ദങ്ങൾ, തീയും പുകയും നിറഞ്ഞ കാഴ്ചകൾ, 100 വാർത്തകൾ. എല്ലാം കണ്ടെങ്കിൽ കേട്ടെങ്കിൽ ദേ ഈ കാഴ്ചകൾ കൂടി കണ്ടു നോക്കൂ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മഖ്തൂമും ദുബായ് മാളിൽ രാത്രി 9 മണിക്ക് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. വെറുതെയുള്ള കറക്കമല്ലിത്. കൊട്ടാരത്തിലിരുന്ന് മറ്റുള്ളവരുടെ സുരക്ഷ നോക്കുന്നതും ഉത്തരവിടുന്നതുമൊന്നുമല്ല ഇവരുടെ ശീലം. ജനങ്ങൾക്കിടയിലിറങ്ങി അവരെ ചേർത്തുപിടിച്ച് കുശലാന്വേഷണം നടത്തി ഇവിടെയെല്ലാം കൂളാണെന്ന് നേരിട്ട് പറയുന്നതാണ് രീതി. ഈ ദൃശ്യങ്ങൾ UAE സ്വദേശികൾക്ക് പകർന്ന ആശ്വാസം ചില്ലറയല്ല. How are you? Good. You happy? I'm very happy. Good. Where Dubai? you from? I'm from Ghana. Enjoy your stay. All right. Have a good time. Very good, safe country. ഭംഗിയായി തന്നെ ഇതുവരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞു. യുദ്ധം തങ്ങളുടെ നയമല്ലെന്ന് അവർ നേരത്തെ വ്യക്തമാക്കിയതാണ്. അബുദാബിയിലാണ് ആദ്യ ആക്രമണമുണ്ടായത്. പിന്നീടത് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും പടർന്നു. സംവിധാനങ്ങളെയൊക്കെ ഒന്നായി പ്രവർത്തിപ്പിച്ച് എല്ലാ രാജ്യങ്ങളും ആക്രമണത്തെ ചെറുത്തു. أيضا نستعرض معكم الطائرة المسيرة الإيرانية شاهد 136 تم صد وتدمير المئات من هذه الطائرة. وأخيرا نوع آخر من الطائرات المسيرة من نوع شاهد 107 بالإضافة إلى شاهد 238 تم صد وتدمير العشرات من هذه الطائرات خلال ال4 أيام الماضية. في الأيام الأخيرة تعرضت دولة الإمارات إلى جانب دول الخليج ودول شقيقة وصديقة لسلسلة هجمات إيرانية سافرة في سياق تصعيد إقليمي خطير وغير مسبوق، دون الأخذ بعين الاعتبار موقف دولة الإمارات الواضح والذي أكدت فيه مرارا وتكرارا عدم السماح باستخدام أراضيها في أي عملية عسكرية تجاه إيران. سائلين الله عز وجل أن يحفظ دولتنا وقادتنا وشعبنا ويديم على الإمارات الأمن والاستقرار والازدهار. شكرا جزيلا لكم والسلام عليكم ورحمة الله وبركاته. ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ എല്ലാ രാജ്യങ്ങൾക്കുമായി രാജ്യസുരക്ഷ ഉറപ്പാക്കി ജനങ്ങളുടെ പേടി മാറ്റി. ഇറാൻ ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങളെ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചപ്പോൾ അവിടുത്തെ രാജ്യങ്ങൾ, ഗവൺമെൻറ്റുകൾ സ്വീകരിച്ച നടപടികൾ, പ്രത്യേകിച്ച് ഈ പൊതുജന സുരക്ഷയും അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസുകളുടെ തുടർച്ചയുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വീകരിച്ച നടപടികൾ ഏറെ പ്രശംസനീയമായിരുന്നു. പൊതുജനങ്ങൾ വല്ലാതെ പരിഭ്രാന്തരും അസ്വസ്ഥരുമായപ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവരുടെ പേടി അകറ്റുന്നതിനു വേണ്ടി
പലതരത്തിലുള്ള നടപടികൾ ഈ ഗവൺമെൻറ്റുകളൊക്കെ സ്വീകരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഖത്തറിൽ ജനങ്ങൾക്ക് കൃത്യമായ വാർണിംഗ് സിസ്റ്റം, ഏർലി വാർണിംഗ് സിസ്റ്റം ഏർപ്പാടാക്കിക്കൊണ്ട് വരാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും പുറത്തിറങ്ങരുതെന്നും അതുപോലെ തന്നെ വീടുകളുടെ അകത്ത് തന്നെ ഇരിക്കണമെന്നും എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ എന്നൊക്കെയുള്ള ധാരാളം നിർദ്ദേശങ്ങൾ നൽകേണ്ടായി. വാസ്തവത്തിൽ ഗൾഫ് മേഖല ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര, ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ വലിയ ആക്രമണങ്ങളാണ് അവയിൽ പലതും നേരിട്ടത്. പക്ഷേ ആ ആക്രമണങ്ങളെ പൊതുജനങ്ങൾക്ക് അവരുടെ നിത്യജീവിതത്തെ തടസ്സപ്പെടുത്താതിരിക്കുമാറ് അതിനു വേണ്ടുന്ന ധാരാളം മുൻകരുതൽ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട. അതിലേറ്റവും പ്രധാനം സ്കൂളുകൾ അടച്ചിട്ടു, സ്കൂളുകൾ പലതും ഓൺലൈനിലേക്ക് മാറി എന്നുള്ളതാണ്. തീർച്ചയായും ഈ രാജ്യത്ത് സുരക്ഷിതമായി ജീവിക്കുന്നതിനും അവിടുത്തെ പൊതുജനങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള അവരുടെ സ്വാതന്ത്ര്യവും സുരക്ഷയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള സുത്യർഹമായ നടപടികളാണ് ഈ ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജനജീവിതം സാധാരണ നിലയിൽ തന്നെയായിരുന്നു. അതിനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ജനങ്ങളുടെ പ്രതികരണം. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് നമ്മൾ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു യുദ്ധ സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് വന്നത്. ശനിയാഴ്ച ഉച്ച മുതൽ പല വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യത്തെക്കുറിച്ച്. പിന്നീടത് നമ്മുടെ ഗൾഫ് മേഖലയിലേക്ക് വ്യാപിച്ചത് ശനിയാഴ്ച രാത്രിയോടുകൂടിയായിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാകുമ്പോഴേക്കും പല സ്ഥലങ്ങളിലും നമ്മൾ ഈ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. അത് പ്രത്യേകിച്ച് എയർപോർട്ടിൻ്റെ ഭാഗത്തൊക്കെ താമസിക്കുന്ന എന്നെ പോലുള്ള സാധാരണക്കാർക്ക് അത് ആദ്യ സമയത്തൊക്കെ കുറച്ച് ഭീതി പരത്തി. എങ്കിലും പിന്നീട് ഈ UAEയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും സുരക്ഷാ ഏജൻസികളും വളരെ ശക്തമായ മുൻകരുതൽ നടപടി സ്വീകരിച്ചത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആദ്യം അത്ര വലിയ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നുവെങ്കിലും പിന്നീട് എല്ലാവരുടെയും ദിനചര്യകളും മറ്റും സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോയി. എല്ലാ ഓഫീസുകളിലും അതുപോലെ വർക്ക് സൈറ്റുകളും എല്ലാം സാധാരണ പോലെ തന്നെ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോവുകയാണ്. ഇവിടെ അങ്ങനെ ഒരു മറ്റ് ചാനലുകളിലും മറ്റു പത്രങ്ങളിലും വരുന്നത് പോലുള്ള വലിയൊരു യുദ്ധസമാനമായ സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. കാരണം എല്ലാം സാധാരണ നിലയിലാണ്. ഇപ്പോൾ റോഡിലായി നമ്മളിപ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ വാഹനങ്ങളൊക്കെ യഥേഷ്ടം പോകുന്നുണ്ട്. സ്കൂളുകൾക്ക് അവധിയാണ്. അത് ഒന്ന് അവരുടെ സ്പ്രിംഗ് വെക്കേഷൻ നേരത്തെ തുടങ്ങി, പിന്നെ പെരുന്നാളിൻ്റെ അവധിയുമുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് അവരുടെ അവധി നേരത്തെ പ്രഖ്യാപിച്ചതുകൊണ്ട് റോഡിൽ കുറച്ച് ട്രാഫിക് കുറവാണിപ്പോൾ. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സോണാപൂരിൽ ലേബർ ക്യാമ്പാണ്. ദുബായിലെ ഏറ്റവും വലിയ ഇവിടുത്തെ തൊഴിലാളികൾ വസിക്കുന്ന ഒരു സ്ഥലമാണ് സോണാപൂർ. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം എല്ലാ തൊഴിലാളികളും രാവിലെ ഡ്യൂട്ടിക്ക് പോയി. ഇപ്പോൾ വൈകുന്നേരം നോമ്പുകാലമായതുകൊണ്ട് ഉച്ചവരെയാണ് അവരുടെ പലരുടെയും ഡ്യൂട്ടി സമയം. ഉച്ചയ്ക്ക് എല്ലാവരും തിരിച്ച് ക്യാമ്പുകളിലേക്ക് എത്തുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാവരും രാവിലെ മെട്രോയിലും മറ്റ് ബസ്സുകളിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം വളരെ വളരെ ക്ലിയറായിട്ട് തന്നെ കൃത്യതയോടെ അവർ യാത്രാ സംവിധാനങ്ങളെ തുടരുന്നുണ്ട്. എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. എല്ലാവരും തിരിച്ച് വീട്ടിൽ സമാധാനത്തോടെ എത്തുന്നുണ്ട്. അവർക്ക് ആർക്കും വലിയ ബുദ്ധിമുട്ടുകളില്ല. സർക്കാർ സംവിധാനം കൃത്യമായിട്ട് തന്നെ മെസ്സേജുകൾ പാസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സുരക്ഷാ മുൻകരുതൽ എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൃത്യമായിട്ട് ചില സമയങ്ങളിൽ സൈറൺ വീഴുന്നുണ്ട്. സൈറൺ വരുമ്പോൾ തന്നെ ആൾക്കാർ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. മറ്റ് നമ്മൾ ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഇവിടെ UAEയിലില്ല. സ്ത്രീകൾക്കുൾപ്പെടെ ഈ സമയത്തും അനുഭവപ്പെടുന്ന സുരക്ഷിതത്വം ഗൾഫ് രാജ്യങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തുടക്ക സമയത്ത് കുറച്ച് പേടിയുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ആരും ഇങ്ങനത്തെ ഒരു അവസ്ഥ അനുഭവിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ്. പേപ്പറിൽ മാത്രം വായിച്ചിട്ടും TV കണ്ടിട്ടും മാത്രം ദൂര സ്ഥലങ്ങളിൽ നടക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് അനുഭവിച്ചത്. അപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എല്ലാവരും വളരെ നോർമലായിട്ടുള്ള ലൈഫാണ്. ഇവിടെ നമ്മൾ ഗവൺമെൻറ് അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ശരിക്കും നോർമലായിട്ട് തന്നെ. ഇവിടെ ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങളും ഇല്ല. നാട്ടിലത്തെ മീഡിയ എനിക്കറിയില്ല ഇവരെന്തിനാ ഇത്രയ്ക്കും പറയണമെന്നുള്ളത്. നമ്മളിവിടെ ഒരു സ്വസ്ഥത കുറവുമില്ല, സമാധാനത്തോടെ എല്ലാവരും നോർമൽ ലൈഫിലാണ് ജീവിക്കുന്നത്. എൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് കിട്ടുമ്പോൾ കയറി പോകാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല. എൻ്റെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ ഇല്ല. അപ്പോൾ
ഇവിടെ എൻ്റെ ലൈഫ് വെരി നോർമൽ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇന്ത്യ ഗവൺമെൻറ്റും UAE ഗവൺമെൻറ്റും അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. നമ്മൾ കോവിഡിൻ്റെ സമയത്തും കണ്ടതാണ്. നമ്മളെ 2 ഗവൺമെൻറ്റും നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ അനുഭവിച്ച ആളാണ്. ഇനീഷ്യലി എല്ലാവർക്കും അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേരൊക്കെ അങ്ങനെ കുറേ ഗ്രോസറി വാങ്ങിച്ചു വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നെ എല്ലാവർക്കും മനസ്സിലായി ദിസ് ഇസ് ജസ്റ്റ് നോർമൽ, വിൽ ഗെറ്റ് എവറിത്തിങ് വാട്ട് വി വോണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലാ സ്റ്റോറിലും നല്ലോണം വെൽ സ്റ്റോക്ക്ഡ് ആണ്. നമുക്ക് അങ്ങനെ ഒരു ചില സാധനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പ്രൈസ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, വളരെ കുറച്ച് സാധനങ്ങൾ. പക്ഷേ ബാക്കിയെല്ലാം നോർമൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഏത് കൺട്രിയിൽ, ഞാൻ UK-ലാണ്, അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നത്, ഇവിടെ നിന്ന് പോയതാണ്, തിരിച്ചിങ്ങോട്ട് വന്നത് ഈ സ്ഥലത്തിൽ കിട്ടുന്ന എനിക്ക് സുരക്ഷയും സൗകര്യങ്ങളും വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. സുരക്ഷയുടെയും കരുതലിൻ്റെയും ഗൾഫ് മാതൃക കൂടിയാണ് ഈ സംഘർഷ സമയത്തും ഗൾഫ് രാജ്യങ്ങളിൽ കാണാനാകുന്നത്. എന്തിനേയും നേരിടാനുള്ള മനക്കരുത്തും ഭരണപാഠവും സ്നേഹവും സഹാനുഭൂതിയുമുള്ള ഭരണാധികാരികളുള്ളപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികൾ ഉൾപ്പെടെ എന്തിനു ഭയക്കണം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.